അസ്സലാമു അലൈക്കും. പ്രവാചകരെ, അങ്ങ് ഇരുലോകത്തിന്റെ കാരുണ്യനിധിയാണ്. അങ്ങ് പടച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം തന്നെ സൃഷ്ടിക്കുമായിരുന്നില്ല. പ്രവാചകരെ, സ്വഹാബത്ത് അങ്ങയിൽ അർപ്പിച്ചിരുന്നു ഒരുപാട് വിശ്വാസം. ഞങ്ങളും കാത്തിരിക്കുകയാണ് പ്രവാചകരെ അങ്ങയുടെ കരുണയിൽ. ലോകത്തിലെ മഹ്ശറ വൻസഭയിലെ ആ ശഫാഅത്തിന് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അങ്ങ് സഹജീവികളോട് അത്രമേൽ പ്രിയപ്പെട്ടവരായിരുന്നു പ്രവാചക. അങ്ങല്ലേ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിലുള്ള ആളുകളോട് ദയയോടുകൂടി പെരുമാറണം. കാരണം അത്തരത്തിലായിരിക്കും ആകാശ ലോകത്തുള്ള വാനലോകത്തിലുള്ള ആളുകൾ നിങ്ങളോട് പെരുമാറുക എന്നതാണ്. ഇത് വലിയൊരു ആശയമല്ല പ്രവാചക ഞങ്ങളെ പഠിപ്പിച്ചത്. അങ്ങ് നൽകിയ സന്ദേശം ഈ ലോകത്തിന് പോലും ഉൾക്കൊള്ളാൻ സാധ്യമാവാത്ത തരം ഈ ലോകത്ത് പന്തലിച്ചു പോയില്ല പ്രവാചക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ആർക്കാണ് സാധ്യമാവുക? സഹജീവികളോടുള്ള പ്രവാചകന്റെ പ്രിയം അത് എങ്ങനെയാണ് അളവുകോല് കൊണ്ട് നമുക്ക് അളന്നെടുക്കാൻ സാധ്യമാവുക? അങ്ങ് മക്കയിലെ പോരാട്ടത്തിന് വേണ്ടി പ്രവാചകരും സ്വഹാബത്തും ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. 8 ദിവസമേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് മക്കയിലേക്ക് എത്തണം. പ്രവാചകര് പെട്ടെന്ന് വഴിയരികിൽ വെച്ചിട്ട് ഒരു നായ തന്റെ കുരുന്നു മക്കൾക്ക് മുലയൂട്ടുന്നത് കാണുകയാണ്. പ്രവാചകര് ജുലൈൽ എന്ന സേനാനിയെ അടുത്ത് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ജുലൈലെ, ഈ സേനയൊക്കെ ഈ വഴിയിലൂടെ കടന്നു പോകുന്നത് വരെ നീ ഈ നായക്കും അതിന്റെ കുരുന്നു മക്കൾക്കും കാവൽ നിൽക്കണം കേട്ടോ. പ്രവാചകന്റെ ആ സ്നേഹത്തിന്റെ ചുടുചുംബനം അവിടുന്ന് ആ നായ അറിയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തില് ലാളിത്യം അത്രമേൽ പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു. ലാളിത്യത്തിന് മലയാള ഭാഷയില് ശബ്ദധാരാവലിയുടെ നിഘണ്ടുവില് സുന്ദരം എന്നൊരർത്ഥം കൂടിയുണ്ട്. കാരണം എല്ലാ ലാളിത്യമുള്ളതും അത്രമേൽ സുന്ദരമായിരുന്നു. പ്രവാചകന്റെ ജീവിതത്തിലെ ലാളിത്യം അത്രമേൽ സൗന്ദര്യം നുകർന്നതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാവുന്നതാണ്. ഒരിക്കൽ പ്രവാചകരും സ്വഹാബത്തും ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. പ്രവാചകർ പറഞ്ഞു, സ്വഹാബ, എനിക്കൊരു ആവശ്യ നിർവ്വഹണമുണ്ട്. ഞാൻ ആ മലഞ്ചെരുവിലേക്ക് പോവുകയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കണം. സ്വഹാബത്ത് എല്ലാവരും അവിടെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഒരു സഹാബി അടുത്ത് കണ്ട മരൽച്ചില്ലയിലെ ഒരു തള്ളപ്പക്ഷിയെയും പിഞ്ചു കുഞ്ഞിനെയും വാരി പുണരാൻ വേണ്ടി മരം കയറി പോവുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളെ കിട്ടിയ ആ സ്വഹാബി താഴെ ഇറങ്ങി വന്ന് കൗതുകത്തോടെ ആ കിളിക്കുഞ്ഞുമായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ്. പ്രവാചകർ മടങ്ങി വരുന്നു. അപ്പോഴാണ് ആകാശത്ത് ഇങ്ങനെ വട്ടമിട്ട് വ്യസനപൂർവ്വം പറക്കുന്ന തള്ളക്കിളിയെ കാണുന്നത്. തന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ തേടിയിട്ട് ഇങ്ങനെ അത് സങ്കടത്തോടെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. പ്രവാചകർ ചോദിക്കുന്നുണ്ട്, സ്വഹാബ, ആരാണ് ആ തള്ളക്കിളിയെ അത്രത്തോളം സങ്കടപ്പെടുത്തിയത്? അതിന് ആ പിഞ്ചു മക്കൾ നിങ്ങൾ നൽകൂ, അതിനെ വേദനിപ്പിക്കല്ലേ സ്വഹാബ. ഡോണ്ട് ടേക്ക് യുവർസെൽഫ് ടു സീരിയസ്ലി എന്നൊക്കെ നമ്മൾ പറയില്ലേ? മറ്റുള്ളവർക്ക് കുറച്ചുകൂടി അവസരങ്ങൾ കൊടുക്കലാണ് ലോകത്തിലെ ഏറ്റവും മികച്ച അധ്യാപനം എന്നുള്ളത്. പ്രവാചകർ അങ്ങനെയായിരുന്നു. നമസ്കാരത്തിന് വേണ്ടിയിട്ട് വേഗത്തിൽ പോവുക, പക്ഷേ വസ്ത്രത്തിൽ അതാ ഒരു പൂച്ച ഇങ്ങനെ കടന്നുറങ്ങുക. അതിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തരുത് എന്ന ചിന്തയിൽ നിന്ന് പ്രവാചകര് ബാക്കിയുള്ള വസ്ത്രങ്ങള് വെട്ടിയെടുത്ത് അത് തുന്നി ചേർത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. ആയിഷ ബീവി പൊട്ടകത്തെ വരിഞ്ഞു മുറുക്കി ഇങ്ങനെ വലിക്കുമ്പോ അവിടുന്ന് പ്രവാചകര് പറയുന്നുണ്ട്, വേണ്ട ആയിഷ, എന്തിനാണ് നീ ഇങ്ങനെ ശക്തിയോടെ അതിനെ വലിക്കുന്നത്? ഒന്ന് പതുക്കെ ആക്കിക്കൂടെ? പ്രവാചകര് അത്രത്തോളം ലാളിത്യത്തിന്റെ ഉടമയായിരുന്നു. സഹജീവികളോട് അത്രമേൽ സ്നേഹിച്ചിരുന്നു. ഗിവ് അവേ ദി മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്നൊക്കെ നമ്മൾ പറയില്ലേ? മറ്റുള്ള ആളുകൾക്ക് വഴി മാറിക്കൊടുക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും മഹത്തരമായ വഴി. അവിടെ ലോകത്തിലെ ഏറ്റവും മികച്ച കുലീന മനുഷ്യനെ സൃഷ്ടിക്കപ്പെടും. പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ്, പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? എന്താണോ ചെയ്യുന്നത് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരിക, എന്താണോ പറയുന്നത് അത് ലോകത്തിന് സമ്മാനിക്കുക എന്നൊക്കെ അതായിരുന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിന് കാണിച്ചു കൊടുത്തത്.
പ്രവാചകരുടെ ജീവിതം ഞാൻ എന്തു പറഞ്ഞു എന്നതിനേക്കാൾ പ്രവാചകർ അങ്ങനെ ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു എന്നാണ് സഹാബകൾ പറഞ്ഞത്. കാരണം പ്രവാചകർ അത്രമേൽ സ്നേഹത്തിന് സഹജീവികളോട് സ്നേഹത്തിന്റെ നൊമ്പരത്തിനകത്ത് ചേർത്തിയിട്ടാണ് വെച്ച് പിടിപ്പിച്ചിരുന്നത്. പ്രവാചകരുടെ സഹജീവികളോടുള്ള സ്നേഹം അത്രമേൽ ലോകത്ത് പരന്നു കിടക്കുന്നതാണ്. നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.